ഓരോരോ പൂരക്കാലം എന്ന് പറയുന്നത് ഓരോരോ ഓർമ്മയാണ് കേട്ടോ. നമ്മളൊരു നാരായണിയമ്മ ഉണ്ട്. പണ്ടേ നമ്മളെ വീട്ടിലേക്ക് വലിയ കൂട്ടയിൽ നിറച്ച് വളയും കൊണ്ട് നാരായണിയമ്മ വരും. പൂരം തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ തന്നെ നാരായണിയമ്മ വരുന്നുണ്ട്. ആ കൂട്ടി എടുത്തിട്ട് ആ കൂട്ടയിലേക്ക് നോക്കുമ്പോൾ തന്നെ ഏത് വളയെടുക്കേണ്ടത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇതെടുക്കണോ അതെടുക്കണോ എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഒരു കൈക്ക് നിറച്ച് എന്തായിട്ട് കരിവള വെക്കണോ, അത് അമ്മമ്മേൻ്റെ നിർബന്ധമാണ്. മറ്റേ കൈക്ക് വേണ്ട വള നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ, ഏത് വളയാണ് വേണ്ടതെന്ന് വെച്ചാൽ. അപ്പം അങ്ങനെ അമ്മമ്മ കൈ നിറച്ച് വളയെല്ലാം വെച്ച് തരും. അന്നേരം അത്രയും ഇല്ല വളക്കെല്ലാം പൈസ എൻ്റെയിലും കുട്ടിക്കാലത്തെ. അപ്പം ഇപ്പം എന്ന് പറയുന്നത് നമ്മൾ പൂരം എന്ന് പറയുന്നത് നമ്മൾ കണ്ണൂർ കാസർഗോഡുകാരൻ്റെ ഒരു വികാരമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണ്ടെല്ലാം നമ്മൾ ചെറുപ്പത്തിൽ പൂ പറിക്കാൻ പോകുന്നതും ചെമ്പൂത്തിൻ്റെ മുകളിൽ കയറുന്നതും ആടുന്ന് ഉരുണ്ട് പരണ്ട് വീഴുന്നതെല്ലാം ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്. പിന്നെ ഈ വളയെല്ലാം ഇട്ടിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ കുലുക്കി നടക്കുന്നതും മറ്റുള്ള പിള്ളേർക്ക് നമ്മളെക്കാളും നല്ല വളയാണോ അല്ല അവർക്ക് കുറച്ച് മോശമില്ല വളയാണോ എന്നൊക്കെ നോക്കാനെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലൊരു പൂരക്കാർ ഇപ്പോഴും വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ജനറേഷൻ കഴിഞ്ഞിട്ടില്ല അടുത്ത ജനറേഷൻ, അതായത് നമ്മളെ മക്കളെ പൂരക്കാലാണ് കേട്ടോ ഇപ്പോൾ ഇല്ലത്. അപ്പം നിമോഷും ധനുഷും ആണ് പൂവിടുന്നത്. നിമോ കാർത്തിക മുതലേ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ 3 ദിവസം നമ്മൾ കിണറ്റിൻ്റെ അടുത്താണ് ഇടല്, പിന്നെയാണ് നമ്മൾ ഉള്ളിൽ വന്നിടല്. പിന്നെ തനു കുഞ്ഞായതുകൊണ്ട് ഉള്ള ലാസ്റ്റത്തെ 3 ദിവസം മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇനി എരിക്കുമ്പോൾ ചെമ്പത്തുമ്പോൾ നരയുമ്പോൾ മുരിക്കുമ്പോൾ ഇതെല്ലാം കേട്ടോ നമ്മൾ പൂരത്തിന് പൂവിടാൻ ഉപയോഗിക്കുന്ന പൂവ് എന്ന് പറയുന്നത്. പിന്നെ ഈ കാഞ്ഞിരത്തിൻ്റെ ഇലയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇത് ധൂപും ഉണ്ട് കേട്ടോ. നമ്മുടെ ചെമ്പകത്തിൻ്റെ പൂവ് ഇങ്ങനെ കത്തിച്ചിട്ട് ധൂപും ഉണ്ട്. അങ്ങനെ നമ്മൾ പൂവെല്ലാം ഇട്ട് 9 ദിവസമായി നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്നത് നമ്മൾ 9ാം നാൾ, അതായത് പൂരം നാൾ, പൂരം കൂളീൻ്റെ അന്നിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പൂരം കൂളീൻ്റെ അന്ന് പറയുന്നത് നമ്മളെ 9 ദിവസത്തെ പൂരോത്സവം കഴിയുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് മാടായിക്കാവിൽ പൂരം കൂടിയലുണ്ട്. അച്ഛൻ രാവിലെ അത് കാണാൻ പോയി. ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു 11 പ്ലാവിലയിൽ അമ്മ പൂരക്കഞ്ഞി വിളമ്പുന്നതാണ് കേട്ടോ. നമ്മളെ കാമദേവന് വേണ്ടിയിട്ട് പൂരക്കഞ്ഞി വിളമ്പുന്നതാണ്. സാധാരണ കാമനി വിളമ്പലി നമ്മൾ ഉപ്പിടാത്ത നമ്മൾ ഉണക്കച്ചോറ് വറ്റിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മധുരൂട്ടിട്ടും പൂരക്കഞ്ഞിയും വെച്ചിട്ടുണ്ടായിനി. നമ്മൾ അന്നൂരിൽ 2 കാമനി വിളമ്പലുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മ ഈ പ്ലാവിൻ്റെ ഇലയിലാണ് ഇത് വിളമ്പുന്നത്. ഈ പ്ലാവിൻ്റെ ഇല എടുത്തിട്ട് അത് ഓരോ മരത്തിൻ്റെ ചോട്ടിൽ കൊണ്ടിടുന്നത് കാണുന്നുണ്ട്. എനിക്കിത് എന്താണെന്ന് ഇതിൻ്റെ ഐതിഹ്യമൊന്നും അറിയില്ല, പക്ഷെ അമ്മ ഓരോരോ കാര്യം ചെയ്യുന്നതാകുമ്പോൾ ഒരു അത്ഭുതം. കവുങ്ങിൻ്റെയും തെങ്ങിൻ്റെയും പ്ലാവിൻ്റെയും ചെമ്പൂത്തിൻ്റെ എല്ലാം ചോട്ടിൽ അമ്മ ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കാമനി അയക്കണം. ഇന്ന് ഇത്രയും ദിവസം ഇട്ട പൂവെല്ലാം നമ്മൾ കാമനി നെയ്ച്ച പൂവെല്ലാം നമ്മൾ പ്ലാവിൻ്റെ ചോട്ടിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പാലിലെ മരത്തിൻ്റെ ചോട്ടിലാണ് നമ്മൾ കാമന അയക്കൽ കേട്ടോ. അപ്പോൾ ഇത് കാമന അയക്കുമ്പോൾ നമുക്ക് അരിമാവിനെ കൊണ്ട് അട ചുടണം, അപ്പം ചുടണം. അപ്പോൾ ആ അട വേണം. പിന്നെ ചക്കക്കുരു അമ്മ ചുടാൻ വെച്ചിട്ടുണ്ടായിനി. അങ്ങനെ കുറേ തേങ്ങാപ്പൂള് ചുട്ടതുണ്ടായിനി. അപ്പോൾ അതെല്ലാം നമ്മൾ കാമന് നൈവേദ്യം അർപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ആക്കുന്നത് ഇലയുടെയാണ്, നമ്മളെ ഇലയുടെ. ഇത് അരിമാവിനെ കൊണ്ടാണ് ആക്കിനി. ഇനി കുറച്ച് തേങ്ങയും വെല്ലവും കൂടി ഇടും. അത് നമ്മളപ്പോൾ ഇലയുടെയായി. അപ്പോൾ വൈകുന്നേരം കാമന അയക്കുമ്പോൾ ഇതും കൂടി കാമന് നേദിക്കും കേട്ടോ. ഇത് അവസാനം നമ്മൾ കഴിക്കലുണ്ട്. അപ്പോൾ ആൺകുട്ടികളുണ്ടെങ്കിൽ അവരാണ് കേട്ടോ ലാസ്റ്റ് ഇത് പൂവിൻ്റെ ഒപ്പം വെച്ചാൽ എടുത്തിട്ട് പോലെ. പണ്ട് ഏട്ടനെല്ലാം ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് ഇത് എടുത്തിട്ട് ഓടുന്ന കാണുവാൻ. പക്ഷെ ഇപ്പം ആരുമില്ല, ആൺകുട്ടിയൊന്നുമില്ല നമ്മളെ വീട്ടിൽ. അപ്പോൾ അച്ഛനായിരിക്കും മിക്കവാറും ഇത് എടുക്കൽ. അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ കാമന അയക്കേണ്ടത്. പിന്നെ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ, ചൊവ്വാഴ്ച നല്ല ദിവസം അല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും. 8, 8:30, 9 മണിയാകുമ്പോൾ അത് കാമന അയക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതിലൊരു ചടങ്ങും കൂടി ഉണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കാമൻ്റെ വിഗ്രഹം ആക്കലുണ്ട് കേട്ടോ. ചിലവർ മണ്ണ് കൊണ്ടും ചാണകം കൊണ്ടെല്ലാം ഉണ്ടാക്കും, ചിലവർ പൂക്കൾ വെച്ച് മാത്രം ഉണ്ടാക്കും. ഞാൻ പണ്ട് മുതലൊക്കെ ഈ പൂക്കൾ വെച്ചിട്ടുള്ള കാമവിഗ്രഹം ആക്കുന്നത് നമ്മളെ വീട്ടിൽ കണ്ടിട്ടില്ലോ. ബാക്കി കുറേ സ്ഥലങ്ങളിൽ മണ്ണ് കൊണ്ടും ചാണകം കൊണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പൂക്കളെ കൊണ്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഓരോ ദിവസവും പൂവിട്ടാൽ അതിനെ കൊണ്ട് കാമനി ഉണ്ടാക്കും. പിന്നെ ലാസ്റ്റ് ദിവസം വലിയ കാമനയാക്കും. അതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ തൊണ്ട കാമനാണ് റൈറ്റ് സൈഡിലെ വലിയ കാമൻ. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ കുഞ്ഞിക്കാമൻ അതിന് തലേന്നാക്കിയ കാമനാണ്. അപ്പോൾ ഇത് വൈകുന്നേരം നമ്മൾ പൂ കാമന അയക്കാൻ പോകുമ്പോൾ ഇല്ലേ വെള്ളം കൊടുപ്പാന്ന് നിങ്ങൾ കാണുന്നത്. ഇനി നമ്മൾ കാമന അയക്കാൻ വേണ്ടിയിട്ട് ഈ പൂവെല്ലാം വാരിക്കൊണ്ടുപോകും കേട്ടോ. ഇന്ന് പൂരം കൂടി ആയതുകൊണ്ട് തന്നെ രാവിലെ പൂവിടുമ്പോൾ നമ്മൾ വെള്ളം കൊടുത്ത് പൂവെല്ലാം ഇട്ടതാണ്. പിന്നെ വൈകുന്നേരം വിളക്ക് വെച്ചപാട് ഒരിക്കൽ വെള്ളം കൊടുക്കും. പിന്നെ ഇത് 3ാമത്തെ വെള്ളം കൊടുപ്പാണ്. കാരണം രാത്രി കാമന അയക്കുമ്പോൾ ഒന്നും കൂടി നമ്മൾ വെള്ളം കൊടുക്കലുണ്ട്. ഇനി അമ്മ ഇതെല്ലാം പൂവെല്ലാം വാരിയിട്ട് നമ്മൾ പോലായി കിണ്ടിയും വിളക്കും വേണം. പിന്നെ കിണറ്റിൻ്റെ അടുത്തിട്ട പൂവും കൂടി നമ്മൾ അതിൻ്റെ കൂടെ വാരിയെടുക്കണം. പിന്നെ ഒരു പാത്രത്തിൽ മുണ്ട് വെക്കണം. പിന്നെ ധൂപം വേണം. പിന്നെ നമ്മൾ ചുട്ട അട, ചക്കക്കുരു,
തേങ്ങാപ്പൂള് ഇതെല്ലാം കേട്ടോ നമ്മൾ കൊണ്ടുവന്ന് പ്ലാവിൻ്റെ ചോട്ടിലാണ് ഞാൻ കാമനെ അയക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പോൾ പ്ലാവില്ലാത്തവർ ചില ഏതെങ്കിലും പാലിലെ മരത്തിൻ്റെ ചോട്ടിലാണ് കാമനെ അയക്കൽ. അപ്പോൾ 3 പ്രാവശ്യം നമ്മൾ ഈ പ്ലാവിനെ വലം വെക്കണം. 3ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇത്ര ദിവസം ഇട്ട പൂവെല്ലാം കാമനെ ആടെ തട്ടിക്കൊടുക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൂവിന് വെള്ളവും കൊടുക്കും. എല്ലാം കൊടുത്തിട്ടാകുമ്പോൾ ചുട്ട അടിയും നമ്മളെ ചക്കക്കുരു ചുട്ടതും തേങ്ങാപ്പൂളും എല്ലാം കാമന് നേദ്യം വെക്കും കേട്ടോ. അപ്പോൾ ഇത്രയെല്ലാം കാമൻ്റെ ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൂരോത്സവം തീരാനായി. അപ്പോൾ ഇപ്രാവശ്യത്തെ പൂരത്തിന് 2 കുഞ്ഞുങ്ങളും ഉള്ളതുകൊണ്ട് നല്ല ആഘോഷം ഉണ്ടായിന്. അപ്പോൾ ഇനി ഇവിടുന്ന് പൂവിന് വെള്ളമെല്ലാം കൊടുക്കണം, കാമന് വെള്ളമെല്ലാം കൊടുക്കണം. ഇനി ഇത് കഴിഞ്ഞില്ലേ, പൂരം കഴിഞ്ഞില്ല. അപ്പോൾ അമ്മ ലാസ്റ്റ് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ടായിന്. ഇനി പിന്നെ 2 പിള്ളേരെയും കൊണ്ട് വെള്ളം കുടിപ്പിക്കണം. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ കാമന് രാവിലെയും വൈകുന്നേരം, രാവിലെ പൂവിട്ടിട്ട് വെള്ളം കൊടുക്കും. ഇന്നലത്തെ കാമന് അതുപോലെ വൈകുന്നേരം വിളക്കത്തിച്ചിട്ടാണ് വെള്ളം കൊടുക്കൽ. അപ്പോൾ ഇന്ന് പൂരംകുളിയാണ്. മാടായിക്കാവിലെല്ലാം പൂരംകുളി ഭയങ്കര ഉത്സവമാണ് കേട്ടോ. കാണാനും ഭയങ്കര രസമാണ്. ദേവീൻ്റെ വിഗ്രഹം വടുകുന്ത ക്ഷേത്രത്തിൽ വടുകുന്ത തടാകത്തിൽ കൊണ്ടുവന്നിട്ട് ആറാടിക്കരയിലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കാമനയിൽ നമ്മൾ അയച്ചു കഴിഞ്ഞു. കാമനെ അയച്ചതിന് ശേഷം ആ അട തിന്നുന്ന തിരക്കാന്ന് കേട്ടോ. നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള അടയാണ് അമ്മ ആക്കിയിട്ടുണ്ടായിനി. അരിമാവ് കൊണ്ടാണ് കേട്ടോ അടി ഉണ്ടാക്കൽ. പിന്നെ ഉള്ളിൽ തേങ്ങ നല്ല വെല്ലം ഇട്ടിട്ടുള്ളതാണ്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയിലും. അപ്പോൾ ഒരു പൂരക്കാലം കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പണ്ടത്തെ കുട്ടിക്കാലം ഓർമ്മ വന്നിട്ട് അമ്മമ്മേലും ഇല്ലാത്ത സമയം അമ്മമ്മേലും ഉണ്ടാകുമ്പോൾ ഭയങ്കര ആഘോഷമാണ്. പൂരത്തിന് കാത്തിരുന്നുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിപ്പോൾ അവസാനിപ്പിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.